ഡോക്ടർ ജി ഗോപകുമാർ, കേരളത്തിൽ 3 ഉപതെരഞ്ഞെടുപ്പുകളാണ് നടന്നത്. ഒന്ന് വയനാട് ലോക്സഭയിലേക്ക്, മറ്റ് 2 ഒന്ന് പാലക്കാടും ചേലക്കരയും. ഇവിടെ എല്ലാം വ്യത്യസ്ത നിലയിൽ ആളുകൾ ആ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ ശതമാന കണക്ക് വെച്ച് ചിലർക്ക് തിരിച്ചടിയാകും, ചിലർക്ക് നേട്ടമാകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എക്സിറ്റ് പോളുകൾ പറഞ്ഞ പ്രകാരമുള്ള ഒരു രീതിയിലൊന്നും അല്ല നമ്മുടെ ഫലം വരുന്നത്. അത് ജാർഖണ്ഡിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ കേരളത്തിലും ചില സർവേകളൊക്കെ നടന്നിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പോൾ കേരളത്തിലെ ജനവിധിയെ ഏത് തരത്തിലാണ് നിരീക്ഷിക്കാൻ കഴിയുക ഡോക്ടർ ഗോപകുമാർ? പാലക്കാടാണ് BJPക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകിയ ഒരു നിയോജകമണ്ഡലം. കാരണം പരമ്പരാഗതമായി കഴിഞ്ഞ ഒരു 25 വർഷമായിട്ട് BJP വളർന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അതിൻ്റെ സാമൂഹിക ഘടന അനുസരിച്ച് നോക്കിയാലും BJPക്ക് വേണമെങ്കിൽ ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ നടന്ന ഈ മെട്രോമാൻ ശ്രീധരനുമായി നേരിട്ട് നടത്തിയ മത്സരത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കേവലം 3840 വോട്ടിനാണ് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത്രത്തോളം ശക്തിയുള്ള ഒരു അടിത്തറയുള്ളൊരു പാർട്ടിയാണ് BJP പാലക്കാട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ ഒരർത്ഥത്തിൽ അടിത്തറ നഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും BJPക്ക് കുറച്ച് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് BJPയുടെ നേതൃത്വം അതിൻ്റെ ആത്മപരിശോധന നടത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മറ്റ് ബാഹ്യ കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും നഗരമേഖലയിൽ BJPക്ക് വോട്ട് നഷ്ടപ്പെട്ടത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിനെക്കുറിച്ച് തന്നെയാണ് BJP കൂടുതൽ പഠിക്കേണ്ടതും ഗവേഷണം ചെയ്യേണ്ടതുമൊക്കെ. ഏറ്റവും കൂടുതൽ നഗര മേഖലയിൽ നിന്ന് ഒരു 10,000-ൻ്റെയെങ്കിലും ലീഡ് കിട്ടുമെന്നും അതുകൊണ്ട് ബാക്കിയുള്ളിടത്തെ നഷ്ടം, ബാക്കി പഞ്ചായത്തിലെ കുറവൊന്നും ഉണ്ടെങ്കിൽ തന്നെ അത് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു BJPക്കും സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിനും ഒക്കെ ഉള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ 4ഇടത്തും 3 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും BJP പുറകോട്ട് പോയി എന്നുള്ളതാണ്. അതിലേറ്റവും നഗരമേഖലയിൽ പോയതാണ് വലിയൊരു അത്ഭുതവും ഞെട്ടലും ഉളവാക്കിയിരിക്കുന്നത്. കാരണം ആ നിലയ്ക്ക് അവിടെ ഇത്രത്തോളം ശക്തമായി പ്രവർത്തിച്ച ഒരു കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടുകാരനാണ്, കൗൺസിലറാണ്, നേരത്തെ വൈസ് ചെയർമാനായിരുന്നു. അപ്പോൾ എല്ലാ നിലയിലും ആ മണ്ഡലത്തിന് നന്നായിട്ട് അറിയാവുന്ന ഒരാൾ. എന്നിട്ടും എന്തുകൊണ്ടാണ് BJP പുറകോട്ട് പോയി? അത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വച്ചിരുന്ന മണ്ഡലങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ കാണുകയാണ്. 2 റൗണ്ട് 3 റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഥിതി മാറി മാറി വരികയാണ്. പിന്നീട് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പോവുകയും അത് അന്തിമമായിട്ട് മുനിസിപ്പാലിറ്റിയിൽ വലിയൊരു മാർജിൻ പുറകോട്ട് വരികയും ചെയ്തു. ഇത്തവണത്തെ BJPയുടെ പരാജയത്തിൻ്റെ ആക്കം കൂട്ടിയത് 2016 മാർജിനിലാണ് തോറ്റത്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ BJP തീർച്ചയായിട്ടും ആത്മപരിശോധന നടത്തണം. അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴക് പറ്റിയതാണോ, ഗ്രൂപ്പ് വഴക്കുകളിലോ ഉണ്ടായതാണോ, സന്ദീപ് വാര്യരുടെ പൊടുന്നനവെയുള്ള പുറത്തുപോയൊക്കെയാണോ ഡീമോറലൈസ് ചെയ്തിട്ടുണ്ടോ BJP? ഇങ്ങനെ പല കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. പാലക്കാട് ബേസ് ഉണ്ട്, സംശയമൊന്നുമില്ല, അതിന് വലിയ കോട്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു പോപ്പുലർ വോട്ട്സ് നേടുന്നതിൽ പരാജയപ്പെടുന്നു. അത് തുടർച്ചയായിട്ട് പരാജയപ്പെടുന്നു. മെട്രോമാനെ നിർത്തിയപ്പോഴാണ് അല്പമെങ്കിലും പ്രതീക്ഷ വന്നത്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ തവണ ട്രാൻസ്ഫർ ഓഫ് വോട്ട്സ് വന്നു എന്ന് ഇടതുപക്ഷം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഷാഫിക്ക് വോട്ട് ചെയ്താണ് ഷാഫിയെ ജയിപ്പിച്ചതെന്ന് പറഞ്ഞു. അതിനകത്ത് കുറച്ച് വാസ്തവം ഉണ്ടായിരിക്കാം. ഇത്തവണത്തെ കണ്ടക്സ് തികച്ചും വ്യത്യാസമായിരുന്നു. വളരെയധികം പ്രതീക്ഷ BJP അവിടെ പുലർത്തുകയും ചെയ്തു. പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർ അത് മനസ്സിലാക്കി പഠിച്ചപ്പോൾ തീർച്ചയായിട്ടും വിജയസാധ്യത ഇല്ല എന്നും, എന്നാൽ 5000 തൊട്ട് 10,000 വോട്ടിനെങ്കിലും ഷാഫി ജയിക്കുമെന്നൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് ഞങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു. അപ്പോൾ അതിനൊക്കെ 10,000-ത്തിനപ്പുറം പോയി ഇത്രയും വലിയൊരു മാർജിനിലേക്ക് പോകുന്നത്, അപ്പോൾ അത് തീർച്ചയായിട്ടും BJPയുടെ നേതൃത്വം ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഇതാണ് ആദ്യമായിട്ട് എനിക്ക് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിലെ പാലക്കാടിനെ കുറിച്ച് പറയാനുള്ളത്. വയനാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ചേലക്കരയെ പറയുമ്പോൾ തീർച്ചയായിട്ടും ചേലക്കരയിൽ BJP വലിയൊരു ഫോഴ്സ് അല്ല എന്നറിയാം. എന്നാലും 6% വോട്ട് വർദ്ധിപ്പിച്ചത് ഈ സാഹചര്യത്തിൽ വളരെ പ്രത്യേകതയുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്കറിയാം പാർട്ടിയുടെ ചിഹ്നം മാത്രമല്ല സ്ഥാനാർത്ഥിയുടെ മികവ് വളരെ പ്രത്യേകതയുള്ളതാണ്. കഴിഞ്ഞാണ് മെട്രോമാൻ ശ്രീധരൻ നിന്നപ്പോഴുണ്ടായ മാറ്റം നമ്മൾ കണ്ടതാണല്ലോ. അതേപോലെ ചേലക്കരയിൽ ആ നാട്ടിലെ തന്നെ ഒരു ഗ്രാമീണ കർഷകനെ നിർത്തിയപ്പോൾ, ബാലകൃഷ്ണൻ നിർത്തിയപ്പോൾ BJPയുടെ വോട്ട് ശതമാനം അവിടെ 6-7% വർദ്ധിച്ചു. അത് വളരെയധികം നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ജയിക്കാൻ പറ്റുന്ന റേഞ്ചിലേക്ക് എത്തുന്ന രീതിയിലൊന്നും BJP വളർന്നിട്ടില്ല. എന്നാലും 21% വോട്ട് പോൾ ചെയ്തു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയ പോളിംഗ് ശതമാനത്തിനേക്കാൾ മുകളിലാണ് വന്നിരിക്കുന്നത്. 19% നിന്ന് 21% വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് ചേലക്കരയെക്കുറിച്ച് വലിയ നഷ്ടബോധത്തിൻ്റെ കാര്യമില്ല. വയനാടിൻ്റെ കാര്യത്തിലും ഏതാണ്ട് അതുപോലെയാണ്. കാരണം വയനാട്ടിൻ്റെ രാഷ്ട്രീയ ഭൂമിക എന്താണെന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം.
അതുകൊണ്ട് തന്നെ അവിടുത്തെ സാഹചര്യത്തിൽ ഒരു വിജയം പ്രതീക്ഷിക്കുന്നത് പോലും ഒരു വലിയൊരു ലക്ഷറിയാണ്. പക്ഷേ ആ സ്ഥാനത്ത് BJP സ്ഥാനാർത്ഥി നടത്തിയ പ്രവർത്തനം കഴിഞ്ഞ തവണ സുരേന്ദ്രന് കിട്ടിയ 12% നിന്ന് 1% താഴോട്ട് പോയെങ്കിലും അത് നല്ലൊരു ഫൈറ്റ് കൊടുത്തു എന്ന് പറയാം. പക്ഷേ അവിടുത്തെ ഭൂരിപക്ഷം വോട്ടേഴ്സും UDF അനുഭാവികളാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇടതുപക്ഷത്തിന് പോലും അവിടെ പ്രസക്തിയില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് 65% വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി 2 സ്ഥാനാർത്ഥികളും കൂടി 35-34% വരുന്നുള്ളൂ. ഇതാണ് ഞാൻ ആമുഖമായിട്ട് കേരളത്തിലെ 3 ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത്.